സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഭവന പദ്ധതിയാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ 23-24 വർഷത്തിൽ നാളിതുവരെ 1,51,073 വർഷത്തിൽ 1,51,073 വീടുകളുടെ നിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 31,386 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1,19,687 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 3,71,934 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2024 മാർച്ച് 30-നകം 4,25,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും 25 മാർച്ച് 30-നകം ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷത്തിലെത്തിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. സർ, ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നാളിതുവരെ ലൈഫ് ഭവന പദ്ധതിക്കായി ആകെ 17,104.87 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2023-24 വർഷം ഇതുവരെ 1,966.36 കോടി രൂപ ചെലവഴിച്ചു. ഈ പദ്ധതിക്ക് 24-25 1,132 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി നിലവിലുള്ള ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് ദീർഘകാല വായ്പാ പദ്ധതി ഉപയോഗിച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മാന്ദ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY ഗ്രാമീണിന് കീഴിൽ വീടൊന്നിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1.2 ലക്ഷം രൂപയാണ്. ഇതിന്റെ 60% 72,000 രൂപയാണ് കേന്ദ്രവിഹിതം. എന്നാൽ സംസ്ഥാന സർക്കാർ വീടൊന്നിന് 4 ലക്ഷം നിശ്ചയിച്ച് ബാക്കി തുകയായ 3,28,000 രൂപ നൽകി വരുന്നു. ഈ പദ്ധതിക്കുള്ള 2024-25 സംസ്ഥാന വിഹിതമായി 207.92 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും ഇതുപോലെ തന്നെ ഉള്ള കാര്യമാണ്. ഇതിന് സംസ്ഥാന വിഹിതമായി 133 കോടി രൂപ വകയിരുത്തുന്നു. സർ, PMAY ഗ്രാമീൺ അർബൻ എന്നീ പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന കേന്ദ്ര നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതായാൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തത അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അത് കാരണം ഈ പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണുള്ളത്. വീട് ലഭിക്കുന്നവരുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്ന നയങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. സർ, ഹഡ്കോയുടെ വായ്പയുടെ ക്ലെയിം തീർക്കുന്നതിന് സഹായമായി KURDFCക്ക് 305.68 കോടി രൂപ വകയിരുത്തുന്നു. ഭവന നിർമ്മാണ മേഖല. സർ, ഭവന നിർമ്മാണ മേഖലയ്ക്കായി 57.62 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഹൗസിംഗ് ബോർഡിന് 39.56 കോടി രൂപയും ഭവന വകുപ്പിന് 1.06 കോടി രൂപയും ഉൾപ്പെടുന്നു.